ഈ വിഷയം പൂർണ്ണമായും ഹരിയേട്ടന് വിട്ടു തന്നിരിക്കുക. അപ്പം എൻ്റെ ഉത്തരവാദിത്വം കൂടി. ശരി, ഞാൻ ഏറ്റിരിക്കുന്നു. അങ്കിൾ ഒരു മിനിറ്റ്. നന്ദ, ഇസബെല്ലയോടൊപ്പമുള്ളതിൻ്റെ യാത്രകളും സൗഹൃദവും ഒക്കെ ദേവികയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഹലോ ഷാരി. ആ ചേച്ചി എവിടെയാ? ചന്ദ്രോത്തല്ലേ? ആ അതെ. എന്താടേ? അവിടെ എന്തായി? അത് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ എന്തിനാ വിളിച്ചേ? ഇവിടെ ഡോക്ടർ ചേച്ചി അന്വേഷിച്ചു, ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ നീ ഡോക്ടറോട് സംസാരിച്ചോ? എന്തെങ്കിലും? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറെ നിർദ്ദേശങ്ങൾ. ചേച്ചി വരുമ്പോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ വരുമ്പോ കണ്ടോളാം. ഇവിടെ പിന്നെ താമസമൊന്നുമില്ല, ബില്ല് സെറ്റിൽ ചെയ്താ പോവാന്നാ പറഞ്ഞ്. ഞാൻ ഉടനെ വരാം. പോവാൻ തയ്യാറായി നിന്നോ. പിന്നെ അച്ഛനും ചേച്ചി അന്വേഷിച്ചു, ഇതിൻ്റെ ഇടയിൽ എന്തിനാ അത്യാവശ്യമായിട്ട് പോയെന്ന് അമ്മയും ചോദിച്ചു. അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ചേച്ചി വേഗം വരില്ലേ? ആ ഞാൻ ഉടനെ എത്താം. ഞാൻ മുരളേട്ടനെ വിളിച്ച് വരാൻ പറയാം. ശരി ചേച്ചി. എപ്പോഴാ തിരിച്ചെത്താന്ന് പറയാൻ പറ്റില്ല ഗൗരി. നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ സന്തോഷിന്റെ ഓട്ടോ പറയാം. വേണ്ട വേണ്ട, മുരളേട്ടന്റെ കൂടെ പോകുന്നുള്ളൂ. ആ എന്നാ പിന്നീടാവും. ദേവിക ഇപ്പൊ വിളിച്ചു, അത്യാവശ്യമായിട്ട് ചന്ദ്രോത്ത് വരെ ഒന്ന് വരാൻ പറഞ്ഞു. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നീ അവിടെ ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. പല കാര്യങ്ങളും പ്രഭക്കുഞ്ഞ് നിന്നെ ഏൽപ്പിച്ചിരുന്നത് അറിയാലോ നിനക്ക്. ദേവിക അവിടുന്ന് പോയ പിന്നെ നീ അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ല. ദേവിക പിണങ്ങി പോയതുകൊണ്ട് നീയും അകന്നു പോയെന്നൊരു തോന്നൽ വരും. അമ്മ പറയുന്നത് നേരാ മുരളേട്ടാ. ഇടയ്ക്കൊന്ന് പോയിട്ട് പ്രഭാന്റെയും നന്ദനെയൊക്കെ ഒന്ന് കാണണം. എനിക്ക് അങ്ങോട്ട് പോകാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. നന്ദൻ ഇപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട്, ആ ഇസബെല്ലയും കെവിനും ഒക്കെ. മുമ്പൊക്കെ ദിവസം അവൻ 2 വട്ടമെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പൊ അവനെ കാണാൻ കിട്ടാറുണ്ടോ? ഇങ്ങോട്ടുണ്ടെങ്കിലും അങ്ങോട്ടും കാണും. നന്ദൻ ഇങ്ങോട്ട് വരാത്തതിന് കാരണമുണ്ട് മുരളേട്ടാ. ദേവികയായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിഷമിച്ചിട്ടാ നന്ദൻ കഴിയുന്നത്. ദേവികയായിട്ട് പ്രശ്നം വരാൻ കാരണം എന്താ? ആ ഇസബെല്ലയൊക്കെ അല്ലേ? ശരി, വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്ന് കരുതി. മുമ്പ് ഓരോ വിഷമം വരുമ്പോ ഓടി വരുന്നത് ഇങ്ങോട്ടാ, പോം വഴി അന്വേഷിച്ച്. പിന്നെ ദേവികയോട് കാണിച്ചതിൽ എനിക്ക് അവനോട് ദേഷ്യമുണ്ട്. ആ ഈസബെല്ലയും കൂട്ടിയോ ഹോം സ്റ്റേയും ചെന്നിട്ട് മേഡം ഞാനൊന്നും പറയുന്നില്ല. നന്ദനും കാണും പറയാൻ ന്യായങ്ങള്. മുരളേട്ടൻ പറയുന്നതിലും കുറച്ച് ന്യായമുണ്ട്. നന്ദനിപ്പോ നമ്മളെയൊക്കെ മറന്നു. ഇത്രയും കേട്ടത് വെച്ച് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല. ശരിക്കും ഈ നിമിഷം നന്ദനെയും കൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയാണ് വേണ്ടത്. ഹരിയേട്ടാ, ഇല്ല, അതിനിപ്പോ ഞാൻ തയ്യാറല്ല. അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ ഒന്ന് പോണം. അങ്ങളെ, അച്ഛനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ആണോ? ആ ശരി, മോള് പോയിട്ട് വാ. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. എല്ലാവരും എതിരഭിപ്രായമൊന്നുമില്ലാതെ അംഗീകരിക്കണം. തീർച്ചയായും അങ്കിൾ. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. നന്ദനോടും ദേവിയോടും മാത്രമായിട്ട്. എന്താ കാര്യമൊന്ന് മനസ്സിലായി കാണുമല്ലോ. ആ
ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ. ഉം. അച്ഛാ. മോളെ, അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയിട്ട് മോൾ ഇവിടേക്ക് വരണം. ഇനിയും നിങ്ങളിങ്ങനെ പിരിഞ്ഞു നിൽക്കരുത്. അമ്മേ, ഇപ്പൊ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ, ഒരു കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഞാൻ ചന്ദ്രോത്ത് ഒന്ന് പിണങ്ങി ഇറങ്ങുമ്പോ ഞാൻ അഭിമുഖീകരിച്ച സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ നിലപാടുകൾ മാറ്റാൻ. നന്ദു എനിക്ക് അന്യനായ ഒരാളല്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ, ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ ഭർത്താവാ. പ്രതിസന്ധി ഘട്ടത്തിൽ ഒഴിവാക്കി പോയതല്ല. സാഹചര്യങ്ങൾ മാറും, മാറ്റങ്ങൾ നല്ലതല്ലേ? ഇറങ്ങട്ടെ അമ്മേ. പാവം ദേവിക ആകെ വിഷമത്തിലാ. ദേവിക മാത്രമല്ല, ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ. ഹരിയേട്ടാ, നന്ദൻ കേസിൽ ഹരിയേട്ടന്റെ തീരുമാനം എന്താ? എനിക്ക് പ്രഭയോട് കുറച്ച് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ഹരിയേട്ടൻ സംസാരിക്കേ. നന്ദ വാ. പ്രഭയ്ക്ക് എന്താ ഒരു ടെൻഷൻ? പിന്നെ ടെൻഷൻ ഉണ്ടാവില്ലേ? താൻ വേർക്കുന്നുണ്ടോ? ആര് വേർക്കുന്നു? ഞാനെന്തിനാ വേർക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞ പ്രഭേ. അത് പോട്ടെ. മക്കളെ രക്ഷിക്കാൻ അമ്മമാരാണ് കൂടുതൽ പ്രയാസപ്പെടാറുള്ളത്. മക്കളുടെ ചെറിയ തെറ്റുകൾ മറന്നും മറച്ചും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിക്കും അവരുടെ അമ്മമാരാണ്. അച്ഛനറിയാതെ പോക്കറ്റ് മണി കൊടുത്തും മിഠായി വാങ്ങിക്കാൻ കാശ് കൊടുത്തും അവരുടെ സന്തോഷം മാത്രം നോക്കി ചില കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ തുടങ്ങി വയ്ക്കും. പിന്നീട് അത് വലിയ വലിയ തെറ്റുകളിലേക്ക് എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാതെ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കും. ഹരിയേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാ. ഇനി പ്രഭയോടുള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം. നന്ദൻ എന്തെങ്കിലും കാര്യം മറച്ചു വയ്ക്കുന്നുണ്ടോ? അതായത് പ്രഭയ്ക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നന്ദൻ എന്നോട് പറയാതിരുന്നിട്ടുണ്ടോ? നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും, എല്ലാം വ്യക്തമായിട്ട് പറയണം. എനിക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല, ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയും. പക്ഷേ കെവിൻ സഹായിയായിട്ട് കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ പറയില്ല. കെവിനും ഇസബല്ലയും ഇതിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതും എനിക്ക് പറയാൻ പറ്റില്ല. പ്രഭേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. നന്ദന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പ്രഭാവതി എന്ന അമ്മ അവനെ ഒന്നൊരു തണലായിരുന്നു. മീര, തനൂജ, അവസാനം ഇസബല്ല വരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വന്ന എല്ലാ പെൺകുട്ടികളോടും ഒരു ആത്മബന്ധം പ്രഭയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവരോരോരുത്തരും അത് നേടിയെടുത്തു. മീരയും ഇസബല്ലയും നന്ദന്റെ ജീവിതവുമായി കൂടുതൽ എടുത്തു നിൽക്കുന്നതുകൊണ്ട്
അവരെ പ്രഭ അകമഴിഞ്ഞ് സ്നേഹിച്ചു. പക്ഷേ തനൂജ സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിന്നതുകൊണ്ട് അവളോട് പ്രഭയ്ക്ക് വെറുപ്പായിരുന്നു. ഹരിയേട്ടൻ ഈ ചോദിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. ദേവികയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുകയായിരുന്നു. അതുപോട്ടെ, പ്രഭ ഇപ്പോൾ അരുന്ധതിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണല്ലേ? ചെറിയ രീതിയിലൊക്കെ. ഋഷിക്ക് വേണ്ടി അവരിപ്പോൾ അന്വേഷണമൊന്നും നടത്തുന്നില്ലേ? അതായത് പഴയതുപോലെ പരാതിയൊന്നും കൊടുക്കുന്നില്ലേ? എന്ത് കാരണം കൊണ്ടായാലും അരുന്ധതി പരാതി കൊടുക്കാത്തത് നല്ലതല്ലേ? ഹരിയേട്ടൻ എങ്ങനെയും നന്ദനെ ഒന്ന് രക്ഷിക്കണം. പക്ഷെ നന്ദൻ പറയുന്നത് രക്ഷിക്കാനല്ല, ശിക്ഷിക്കാനാണ്. അതവൻ മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നതാ. ഹരിയേട്ടൻ എങ്ങനെയും അവനെ രക്ഷിക്കണം, പ്ലീസ്. എന്തായാലും കുറ്റപത്രം ഞാൻ ഉടനെ തയ്യാറാക്കി തുടങ്ങുക. അതിനു മുമ്പ് ചില അന്വേഷണങ്ങളും തെളിവുകളും കൂടി വേണം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഗിരി ചന്ദ്രോത്ത് പോയോ? ഞാനിവിടെ കയറിയിട്ടായിരുന്നു. ഇന്ന് ഹരിസാർ ജഡ്ജ് ചന്ദ്രോത്ത് വന്നിരുന്നു. ആണോ? എന്നിട്ട് നന്ദന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? നന്ദനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ദേവി ഉണ്ടായിരുന്നു അവിടെ. അവളെന്തിനാ അവിടെ പോയത്? നന്ദന അവളുടെ ഭർത്താവല്ലേ, അവിടെ അന്വേഷിക്കണ്ടേ കാര്യങ്ങൾ. ഗിരി എന്താ പറഞ്ഞത്? നന്ദൻ അവളുടെ ഭർത്താവോ? നന്ദൻ ഇനി അവളെ വേണ്ടെങ്കിലോ? പോകരുതെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും തുള്ളിച്ചാടി പോയതല്ലേ? ഗിരി, ഇപ്പൊ അവള് തിരിച്ചു വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നന്ദനെ കുഴപ്പത്തിലാക്കാനാ. നന്ദനെ കുഴപ്പത്തിലാക്കാനോ? നന്ദൻ ഇപ്പോഴേ കുഴപ്പത്തിലാ. കൂടുതലൊന്നും ഇനി വേണ്ട. രജനി നോക്ക്, നന്ദനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക ദേവിക. അല്ല ഗിരി, അല്ല. ദേവിക്ക് ഇതൊരു അവസരമായിട്ട് കാണുക. സഹായിക്കാനെന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറിയിട്ട് നന്ദനെ ജയിലിലാക്കാനായിരിക്കും അവള് ശ്രമിക്കുന്നത്. ഗിരി, എനിക്ക് ചന്ദ്രോത്ത് പോണം. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. രജനി, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഒന്നിനൊരു വ്യക്തതയും വരാതിരിക്കുക. അതിനിടയിൽ നീ അങ്ങോട്ട് എന്ന് വിഷമം കൂട്ടണ്ട. അല്ല ഗിരി, എനിക്ക് പോണം, പ്ലീസ്. ഇപ്പൊ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. എപ്പ ചോദിച്ചാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവില്ല. എന്തൊരു കഷ്ടം ഇത്. എടാ, അവൾ എന്നും ചോദിക്കുകയില്ലേ, ഇടയ്ക്ക് അവളെ വിളിച്ച് ചന്ദ്രോത്ത് കൊണ്ടുപോകും. അമ്മേ, അവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ആശുപത്രി പോയിട്ട് എന്താ എടാ? മാധവേട്ടനെ ഡിസ്ചാർജ് ചെയ്തു. ഇനിയിപ്പോ ഇടയ്ക്ക് ചെക്കപ്പിന് എന്നാ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. മാധവേട്ട ചൂടാണേ, ഞാൻ എടുത്തുതരാം. ഇപ്പൊ എങ്ങനെയുണ്ട് മാധവേട്ടാ? നല്ല ആശ്വാസമുണ്ട്. നന്ദൻ വിളിച്ചിരുന്നോ? ഇല്ല, സാവകാശം വിളിക്കാന്ന് കരുതി കാണും. ദേവിക്ക് നന്ദനോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ ദേവിക മനസ്സിലാക്കിയല്ലോ.
സാറിനെ സിദ്ധാർത്ഥൻ സാർ വിളിച്ചു വരുത്തിയതാണല്ലേ? അതെ. മറ്റാരെക്കാളും ചന്ദ്രത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് ഹരിയങ്കളിനോടാണല്ലോ. എന്തായാലും എത്രയും പെട്ടെന്ന് സത്യാവസ്ഥ കണ്ടെത്തി അടുത്ത നടപടിയിലോട്ട് പോണം. അടുത്തിനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യല്ലോ ശാരി. നിസാര കേസല്ലല്ലോ. ഓർക്കുമ്പോ എനിക്ക് നെഞ്ചിൽ തീ പിടിക്കും പോലെയാ. ഹരിയങ്കള് നന്ദുനോട് വിശദമായിട്ട് സംസാരിച്ചു. അങ്കിളിനും വ്യക്തമായിട്ട് ഒന്നിലേക്കും എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ കേസ് എങ്ങോട്ടാ പോകുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല. ഏത് കേസിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? കേസോ? എന്ത് കേസ്? ഞാൻ കേട്ടല്ലോ നിങ്ങൾ കേസ് എന്നൊക്കെ പറയുന്നത്. ഓ അതാണോ? അത് പിന്നെ അമ്മേ, ഞങ്ങളുടെ ഒരു പാർട്ടിക്കാരനെ ശത്രുക്കൾ ആക്രമിച്ചു. അത് കേസായി. പാർട്ടിപരമായി അയാളെ സഹായിക്കുന്ന കാര്യമാ ഞങ്ങൾ പറഞ്ഞേ. നിങ്ങൾ എന്തിനാ മാറി നിന്ന് രഹസ്യം പറയുന്ന പോലെ സംസാരിക്കുന്നത്? ആശുപത്രി വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ ഒരു കാര്യം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, പാർട്ടിയിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാ. അല്ല, എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അമ്മയ്ക്കിതെന്താ? അച്ഛൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോ? അല്ല, ഇല്ല സർ, ഓഫീസ് കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ എറണാകുളം ബ്രാഞ്ചിൽ 36 സ്റ്റാഫുകളുണ്ട്. അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ഞാൻ CPയോട് ചോദിക്കാം. എനിക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ കിട്ടിയാലേ ഇനി മുന്നോട്ടേക്കുള്ള ആലോചിക്കുന്നുള്ളൂ. മതി, 2 മണിക്കകത്തല്ല, ഇന്ന് 6 മണിക്കകത്ത് ക്ലിയർ ചെയ്താൽ മതി. അത് മതി. അതിന്റെ കറക്റ്റ് കാര്യം എനിക്ക് ബോധ്യപ്പെട്ടാൽ മതി. ആരാ? ആരാത്? ആരാന്ന് ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? CP, ഞാൻ ആറുമുഖൻ സാറിനെ വിളിച്ച് സംസാരിച്ചു. മാഡം, ഈ വീട്ടിൽ ആരോ ഉണ്ട്. ഞാൻ കണ്ടു. ആരോ ഉണ്ട്. അതാരാ? എന്താ CP, എന്തായി പറയുന്നേ? ഇവിടെ ആരുണ്ടാവാനാ? മാഡത്തിന് അറിയില്ലെങ്കിൽ അത് കള്ളം തന്നെയാ. ഞാൻ കണ്ടതാ മാഡം. സത്യമായിട്ട് ആരോ ഉണ്ട് മാഡം. ഞാൻ മുഖം കഴിയിട്ട് കണ്ണാടി നോക്കിയപ്പോ ആരോ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. തിരിഞ്ഞു നോക്കിയപ്പോ ആ മുറി കയറി ഓടി വാതിലടച്ചു. ആളെ വ്യക്തമായിട്ട് കണ്ടില്ല മാഡം. പെട്ടെന്നാ ഓടിപ്പോയത്. ഒരു മിന്നായം പോലെയാ ഞാൻ കണ്ടത്. അവൻ അകത്ത് തന്നെ ഉണ്ട്. അത് കള്ളം തന്നെ ആയിരിക്കും. CPക്ക് തോന്നിയതായിരിക്കും. അല്ല മാഡം, ഉറപ്പാ. മാഡം പോലീസിനെ വിളിക്കും. അവനെ വിടാൻ പാടില്ല. മാഡം പേടിക്കണ്ട, അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. CP, അവിടെ ആരുമില്ല. ഉണ്ട് മാഡം, ഞാൻ കണ്ടതല്ലേ. മാഡം പോലീസിനെ വിളിക്കേ. ഞാനവനെ വിടില്ല.
തുറക്കടാ വാതിൽ, തുറക്കടാ. എടാ തുറക്കാനാണ് പറഞ്ഞത്. എടാ വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കടാ. എടാ തുറക്കാൻ. മാഡം, പോലീസിനെ വിളിക്കും മാഡം. ചുറ്റുമുള്ള ആൾക്കാരെയും വിളിച്ചു കൂട്ട്. എടാ വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. ആളുകൾ എന്നെ കണ്ട പ്രശ്നമാവുമല്ലോ. എടാ തുറക്കടാ വാതില്.